അമ്മു ഇന്ന് വന്നിട്ടില്ല. അവളെ കാണാതെ അവൻ ആകെ അസ്വസ്ഥനായിരുന്നു. എങ്ങും ഒരു തരിശു ശൂന്യത പോലെ. ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന അവൾ ഇന്ന് എവിടെ പോയിട്ടുണ്ടാകും? കളിക്കളത്തിലായിരുന്നെങ്കിലും അവൻ്റെ മനസ്സ് നിറയെ ആ ചിന്തകൾ മാത്രമായിരുന്നു. കളിയുടെ വിശ്രമവേളയിൽ അവൻ അവളുടെ നമ്പർ തപ്പിയെടുത്തു. ആദ്യമായി അവൾ വിളിക്കാൻ പോവുകയാണ്. മനസ്സിൽ ഒരുപാട് മടിയും ഭയവും തോന്നിയെങ്കിലും ഒടുവിൽ അവൻ ആ നമ്പറിലേക്ക് വിളിച്ചു. ഫോൺ റിങ് ഇതുകൊണ്ടിരിക്കെ പക്ഷേ ആരും ഫോൺ എടുത്തില്ല. അവൻ്റെ ഉള്ളിലെ ആശങ്ക വീണ്ടും കൂടി. അങ്ങനെ കാത്തിരുന്ന് രാത്രിയായപ്പോൾ അവൻ വീണ്ടും അവളെ വിളിച്ചു. ഇത്തവണ ഭാഗ്യത്തിന് അമ്മ ഫോൺ എടുത്തു. പക്ഷേ ഫോണിൻ്റെ മറുതലക്കിൽ നിന്നും കേട്ട ആ ശബ്ദം അവനെ നടുക്കിയതായിരുന്നു. അവൾക്ക് ഒട്ടും വയ്യെന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞു. കടുത്ത പനിയായിരുന്നു അവൾക്ക്. അവളുടെ ആ തളർന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ്റെ ഉള്ളം പിടഞ്ഞു. എങ്കിലും അവൻ അവളെ ആശ്വസിപ്പിച്ചു. അവളെ കാണാതെ താൻ എത്ര ഭയന്നുവെന്ന് അവൻ അവളോട് തുറന്നു പറഞ്ഞു. പിറ്റേ ദിവസം അവൾ കോളേജിലെത്തിയപ്പോൾ അവൻ പറയാൻ ഒരുപാട് വിശേഷങ്ങളുണ്ടായിരുന്നു. അവളുടെയും പിടിച്ചിരുത്തി അവൻ വിശേഷങ്ങൾ പങ്കുവച്ചു. അതേ കൂട്ടുകാരെ, ഇനി ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവരും കാത്തിരിക്കുമല്ലോ അല്ലേ?